ഇത് കാപ്പിയൊക്കെ കുടിക്കുന്ന രാവിലെ കാപ്പി കിട്ടുന്നില്ലല്ലോ. നിനക്ക് ഇട്ട് കുടിച്ചൂടെ ഞാൻ? ഹലോ, വെൽക്കം ടു ദ ഷോ. Thank you so much. പരിചയപ്പെടുത്തു, ഇത് ആരാണ്? ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ ട്വിൻ ആണ്. അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്. അതെ, ഇത് ഞാൻ സമ്മതിക്കൂല. ഇത് കള്ളക്കളിയാണ്, കള്ളക്കളിയാണ്. ഷിബിലേം സിബിനും. അതെ, ഇതൊക്കെ എവിടെ നമ്മളെ അപമാനിച്ചില്ലല്ലോ. ഞാൻ വിചാരിച്ച നീ എന്താ എവിടെ പറഞ്ഞ അപമാനിക്കുന്നു വിചാരിച്ചു. ആദ്യമേ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അഭിനയിക്കണം, സർപ്രൈസ് ഒക്കെ വരും. നിനക്ക് സർപ്രൈസ് ആയിട്ട് തോന്നിയില്ലേ? ഞാൻ ലിപ്സ്റ്റിക് ആക്കി നിന്റെ മുഖത്ത്. എനിക്ക് തോന്നി നീ ഇപ്പുറത്തും കൂടെ ആക്കിയിട്ട് അത് ബ്ലഷ് ആക്കണം. എന്താണ് നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എവിടെ തുടങ്ങി? ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇത് ഫാമിലിയാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് എന്റെ ഫാമിലി. ഇത് ഫാമിലി. ഇവര് ഫാമിലിയാണ്. എവിടുന്ന് എങ്ങനെ കിട്ടിയതാണ് ഈ ഫാമിലി മെമ്പേഴ്സിനെ? നല്ല ചോദ്യം. ഇത് കിട്ടിയത് ആദ്യം പറയാം. ഇത് മോർ ദാൻ 10 years. ഓ യെസ്. അങ്ങനെ വർഷത്തെ പരിചയം സഹിക്കോ? 10 വർഷം. അല്ല, ഇപ്പൊ ഈ അടുത്ത കുറച്ച് വർഷമായിട്ടാണ് കുറച്ച് അധികം സഹിക്കണത്. ഇവനെ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ കോമഡിയാണ്. ആക്ച്വലി എന്റെ സ്കൂൾ ഫ്രണ്ട് ആണ് ഇവന്റെ എക്സ് വൈഫ്. ശരിക്കും അങ്ങനെയാണ് ഞങ്ങൾ പരിചയം. പക്ഷെ പിന്നെ ഞങ്ങൾ കണക്ട് ആവുന്നതെന്ന് പറഞ്ഞാല് സജ്ന ചേച്ചിയുടെ ഡാൻസ് ടീമില് ചേച്ചിയുടെ കൂടെ സ്ഥിരമായിട്ട് ഷോ ഞാൻ ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഹി വാസ് ദ വൺ ഹു വാസ് മാനേജിങ് ദ ഹോൾ ടീം. അങ്ങനെ ഞങ്ങള് ക്ലോസ് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലാതെയും അതിനു മുമ്പും ഈ പറഞ്ഞ ആ ഒരു സ്കൂൾ ടൈം തൊട്ടേ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പക്ഷെ ഇത്രയും ഒരു ബോണ്ടിങ് വരുന്നത് ഐ തിങ്ക് സ്റ്റാർട്ട് മ്യൂസിക് വന്ന് തുടങ്ങിയതിന് ശേഷമാണ്. സ്റ്റാർട്ട് മ്യൂസിക്കിൽ അവൻ DJ ആയിട്ട് വന്നതിന് ശേഷം തൊട്ടുള്ള ഒരു ബന്ധമാണ്. ദൃഢബന്ധം. ഞാൻ നോക്കിയപ്പം എന്റെ മെയിൽ വേർഷൻ. അത് ഞാൻ ഇവളോട് എന്തെങ്കിലും സ്റ്റോറി പറയുമ്പോ ഇവള് ഇത് എനിക്ക് സംഭവിച്ചാണല്ലോ കുറച്ചാണ്. അതല്ല ഇവൾ എന്റെ അടുത്ത് വന്ന് കഥ പറയുമ്പോഴേ ലൈക്ക് കറക്റ്റാ ഇതിങ്ങനെയാ. പിന്നെ ഞാൻ ഇവളെ ഉപദേശിക്കുമല്ലോ, എടി ഇങ്ങനെ ചെയ്ത് ശരിയായില്ലെന്ന് പറയുമ്പോൾ ആരാ ഉപദേശിക്കുന്നത്, നീ ഇതല്ലേ ഇതിനു മുന്നേ ചെയ്ത്. നിങ്ങളിപ്പോ ട്രിവാൻഡ്രം തന്നെയാണ് ഇവര്? ഷിബിനെ കിട്ടിയെന്ന് പറഞ്ഞാല് ഇതൊരു ബിഗ് ബോസ് ബന്ധമാണ്. ഷിബിനെ എനിക്ക് ആക്ച്വലി കിട്ടുന്നത് വിജിത് നായർ വഴിയാണ്. വിജിത് നായർ ഇസ് ഹർ ഹസ്ബൻഡ്, വിജിത്തേട്ടൻ ആയിരുന്നു എന്റെ സീസണിലേക്ക് ബിഗ് ബോസിന്റെ ടാസ്ക് ഹെഡ് ആയിരുന്നു ആ സമയത്ത്. ടാസ്ക് ഹെഡ് ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ക്ലോസ് ആയത്. ഞാൻ ശരിക്കും വിജിത്തേട്ടനും ഞാൻ ഫസ്റ്റ് ക്ലോസ് ആവുന്ന ഇവരുടെ മോനുമായിട്ടാണ്. ഇവര് തമ്മിൽ എനിക്ക് ഒരു ബന്ധമില്ല. വീരു വാസ് മൈ ഫാൻ. വീരു എന്റെ ഫാൻ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 2 സമയത്ത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കപ്പ് ഉണ്ട് വീട്ടില് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഹൗസ് മെമ്പേഴ്സിനും ഓരോ കപ്പുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് നമുക്ക് ആകപ്പാടെ ആ വീട്ടിൽ നിന്ന് തന്നു വിടുന്ന ഒരു സാധനം ഈ ഒരു കപ്പും വെള്ളം കുടിക്കാൻ തന്ന ബോട്ടിലുമാണ്. ഞാൻ എവിടൊക്കെ നോക്കിയിട്ട് എന്റെ കപ്പ് കാണുന്നില്ല. എന്റെ കപ്പില് ഒരിടത്ത് കാണുന്നില്ല, ബോട്ടിൽ മാത്രം കിട്ടി. അവസാനം തപ്പി വന്നപ്പം വിജിത് നായർ കൺഫെസ് ചെയ്തു, അത് തന്റെ കപ്പ് എന്റെ വീട്ടിലുണ്ട്, തന്റെ ഫാൻ ഒരാളുണ്ട്, വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് പോയതാണ്. അങ്ങനെയാണ് വീരു എന്റെ ലൈഫിലേക്ക് വരണത്. അപ്പോഴാണ് ഞാൻ, കാരണം ഈ വീട്ടിനകത്തിരിക്കുമ്പോ എനിക്കറിയില്ലല്ലോ ഇവൻ എന്നെ കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എന്റെ ഭയങ്കര സപ്പോർട്ടർ ആണെന്നോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് വീരുമായിട്ട് കണക്ട് ചെയ്യുന്നതും വീരുവിന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുക, വീരുവിന്റെ വീഡിയോസ് എനിക്ക് അയച്ചു തരിക, ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ പരിപാടി. ഫുള്ള് നായർ. അങ്ങനെയാണ് ഞങ്ങള് ഫാമിലി വൈസ് ക്ലോസ് ആയത്. പിന്നെ ക്ലോസ് ആയെന്ന് പറഞ്ഞാൽ മറ്റേ ഫെവിക്വിക്ക് ഇട്ട് ഒട്ടിച്ചതുപോലെ ആയിപ്പോയി. ലിറ്ററലി ഞാൻ ഇവരുടെ അടുത്ത് അത്രയും കണക്ഷൻ ആയതുകൊണ്ട് ഞങ്ങള് ഒരേ അപ്പാർട്ട്മെന്റിൽ ഫ്ലാറ്റ് എടുത്തു. ഇപ്പൊ മുകളിലത്തെ ഫ്ലോറിൽ ഇവര്, അതിന്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ ഞാൻ. അങ്ങനെ അവരെ ട്രിവാൻഡ്രത്ത് നിന്ന് അവരെ യെസ്, അത് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ നോക്കുമ്പോ എനിക്ക് എന്റെ വേൾഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു വലിയ പോർഷൻ ഇവിടെ കൊച്ചി കിടക്കുക. ഞാൻ നോക്കുമ്പോ ഓക്കെ. പിന്നെ വർക്ക് വൈസ് ഓഫ്കോഴ്സ് വർക്ക് കൂടുതൽ കൊച്ചിയാണ്, അതൊരു മേജർ റീസൺ. പിന്നെ എന്തോ എന്നെ ഇങ്ങോട്ട് എന്തോ ഒരു സാധനം വലിച്ചു, അത് എന്താണെന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായി പറയാം. പിന്നെ അതെ, അവക്ക് കുഞ്ഞായിരുന്നു ട്രിവാൻഡ്രത്ത് എപ്പോഴും. അയ്യോ കുഞ്ഞ് അവിടെയാണ്, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് എപ്പോഴും നമുക്ക് കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളും കൂടെ വേണം. അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് മോൻ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന ഒരാളാണ്.
അപ്പോൾ ഇൻ കേസ് അവളില്ലെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും, ഞങ്ങളുടെ ഞാനില്ലെങ്കിൽ അവള് മക്കള് manage ചെയ്യും. രണ്ടുപേരും ഒരേ സ്കൂളിലാണ്. സ്കൂളാണ്. ഞങ്ങൾ അങ്ങനെയും അഡ്മിഷൻ എടുത്തു. അപ്പൊ ഞാനില്ലെങ്കിൽ ഇവള് മാനേജ് ഞാൻ ചെയ്യും, മാനേജ് ചെയ്യും. ഇവളില്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് അവളിപ്പോ ഇൻ കേസ് ഞാൻ രാത്രി പറഞ്ഞത് ഒരു ഫാമിലിയാണ്. അതാണ് സർപ്രൈസ് ഒന്നും ആവാത്തത്. രാവിലെ കണ്ടല്ലേ ഉള്ളൂ. ഇന്നലെ രാത്രി ഒരു മണി എവിടെ പോണെന്ന് ചോദിച്ച ആൾക്കാരാ. രാവിലെ ഞാൻ എന്നോട് ചോദിച്ചുള്ളൂ എന്തെത്ര രാവിലെ എണീറ്റിരിക്കും. അതല്ല, ഇപ്പൊ ഇവള് എന്നെ ടെക്സ്റ്റ് ചെയ്തു, ഇന്ന് മോന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വീരുവിന് ഉച്ചയ്ക്ക് പിക്ക് ചെയ്യാണെന്ന്. ഞാന് വാനന്റെ ഗ്രൂപ്പ് സെയിം ആണ്. അപ്പൊ ഇട്ടപ്പോ ഈ വീരു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ടെക്സ്റ്റ് ചെയ്തു. ആ ഓക്കെ സാധാരണ അവനെ സ്കൂളിൽ നിന്ന് വിളിക്കണത് അവൻ എവിടെയെങ്കിലും വീട് മൂട്ട് വരഞ്ഞാലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവനെ നേരത്തെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് ഓക്കെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചുമ്മാ പിക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ടെക്സ്റ്റ് ചെയ്തു. Okay. എന്നിട്ട് മോനെ പിക്ക് ചെയ്തോ ശരിക്കും? പിക്ക് ചെയ്തു, ഹസ്ബൻഡ് പിക്ക് ചെയ്തു. അപ്പൊ ഞാൻ ജസ്റ്റ് അത് വാനിന് ഇൻഫോം ചെയ്തു, ഇനി അവര് പിക്ക് ചെയ്യണ്ട, ഓൾറെഡി പിക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ ഓക്കെ അല്ലേ വീരു എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ടെക്സ്റ്റ് ചെയ്തേ. പക്ഷെ ഇന്നിപ്പോ എവിടെയെങ്കിലും ഡെയിലി ഇങ്ങനെ പോകുന്നു എന്തെങ്കിലും ആര്യയുടെ അടുത്ത് പറഞ്ഞിരുന്നോ? ഇല്ല, ഇവളിന്നലെ പറഞ്ഞു that she has an interview. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് ഇന്ന് ഈവനിങ് വീട്ടില് ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് ടുഗെദർ ഉണ്ട്, മോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് 2 ദിവസമായിട്ട് പറയുന്നുണ്ട് ഞാൻ രാവിലെ ഉണ്ടാവില്ല, ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോയിട്ട് വരും. ഇതൊക്കെയാണ് ഞങ്ങളെല്ലാം ഡെയിലി പ്ലാനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ എല്ലാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റഡ് ആണ്. ഇത് മാത്രം ഞാൻ അറിഞ്ഞു. ഓക്കെ. അപ്പൊ ഈ ആര്യ എന്ന് പറയുന്ന വീരു ത്രൂ ആണ് ആര്യനെ നിങ്ങൾ കൂടുതലായിട്ടും അടുക്കുന്നതും പരിചയപ്പെടുന്നതും. അപ്പൊ ആര്യയിലെ എന്തൊരു ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവള് എന്ത് നല്ല കുട്ടിയാ, അല്ലെങ്കിൽ നമുക്ക് നല്ല നമ്മുടെ അല്ലെങ്കിൽ ഷിബിലയുടെ കൂടെ നിർത്താൻ പറ്റുന്ന നമുക്ക് അതുപോലെയുള്ള ആൾക്കാരെയാണല്ലോ എപ്പോഴും നമ്മൾ ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ എന്തായിരിക്കും ആര്യയില്? അങ്ങനെ ഒരു കാര്യം, ഷീസ് ബ്രൂട്ടലി ഹോണസ്റ്റ്, ഭയങ്കര ഹോണസ്റ്റ് ആണ്. ലൈക്ക് എന്തെങ്കിലും ഇതുണ്ട്, ഒരാളെ വിഷമിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അൾട്ടിമേറ്റ്ലി അവള് പറയാനുള്ള കാര്യം നമ്മുടെ സോഫ്റ്റ് ആയിട്ടാണെങ്കിലും പറയും. അതൊരു കാര്യം. രണ്ടാമത് അവള് ഒരു റിലേഷൻസും വിട്ട് കളയില്ല, ആഡ് ഓൺസേ ഉള്ളൂ അവള്. ലൈക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും ഐ തിങ്ക് ഒരു ഇപ്പൊ പറഞ്ഞില്ല ഇത് 10 years മുന്നേ ഉള്ള അതേപോലെ ഒരു 15 years മുന്നേ ഉള്ളതാണെങ്കിലും ആ ബന്ധങ്ങൾ ഇങ്ങനെ വേറൊരാൾ ആഡ് ചെയ്യും എന്നല്ലാണ്ട് അതിന് ആൾക്കാർ കൊഴിഞ്ഞു പോവില്ല. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഇപ്പോഴത്തെ ഒരു ലൈഫിലൊക്കെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് പോയിട്ട് പറയുന്നത് സന്തോഷിക്കണ്ട. ഭയങ്കര ഫണ്ണാണ്. ഷീസ് വെരി ലൈക്ക് ഭയങ്കര ഫൺ ടു ബി ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരോടും കൊള്ളില്ല? അല്ല, ഈ ബ്രൂട്ടലി ഹോണസ്റ്റ് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പണി വരാറുണ്ട്. ഷീസ് വെരി സെൻസിറ്റീവ്. അതായത് ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിന്റെ കോൺസിക്വൻസസ് വരുന്ന പ്രശ്നങ്ങൾ ചിലപ്പം ഫേസ് ചെയ്യണം. അതായത് ഞാൻ അവളുടെ അടുത്ത് ചിലപ്പം പറയും ഇന്ന സാധനം ചെയ്യരുത്. ഇപ്പം ചിത്ത മൂവി വന്നപ്പോ ഞാൻ പറഞ്ഞു ഡോണ്ട് വാച്ച് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ഫോർ യു. ഷീ വാച്ച്ഡ് ഇറ്റ്. 2 ദിവസം മുങ്ങിക്കൊണ്ടിരിപ്പായിരുന്നു. ഞാൻ പറഞ്ഞു അത് കാണണ്ട, ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതേപോലെ ചില കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കമന്റ് വായിക്കരുത്. ഞങ്ങള് കുത്തിയിരുന്ന് കമന്റ് വായിക്കും, എത്ര പറഞ്ഞാലും നന്നാവൂല. അങ്ങനത്തെ വളരെ സെൻസിറ്റീവ് ആണ്. ഞാൻ തന്നെ ആദ്യമേ പറഞ്ഞില്ലേ, ചെയ്താലും ഞാൻ തല്ലണ്ട ഞാൻ നന്നാവൂല. അതുപോലെ പറയൂ വേറെ എന്തൊക്കെയാണ് ആര്യയിൽ നിന്ന്? അല്ല, ഇവന് ഇവളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ഇവന്റെയും കൂടെ. അതെ, ഇങ്ങനെ റിഫ്ലക്ട് ആണല്ലേ. വി ആർ പെർഫെക്റ്റ് പീപ്പിൾ. നമ്മൾ തമ്മിൽ അങ്ങനെ ഞങ്ങൾക്ക് ആര്യക്ക് ഒരു പ്രശ്നമില്ല. ആര്യ ഒബ്വിയസ്ലി അങ്ങനെയല്ലേ പറയാം. ഞങ്ങൾ രണ്ടുപേരും സിമിലർ ആണ് പല കാര്യങ്ങളിലും. സോ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ആര്യയെ പറ്റി അത് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെയാണ്. ഷീ വിൽ ഡു ദ സെയിം തിങ് ടു മീ. സോ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആര്യ ആൾക്കാരെ ഹേർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. സോ ഷീ വിൽ ഗെറ്റ് ഹേർട്ട് ഹെർസെൽഫ്. എൻഡ് ഓഫ് ദ ഡേ ഒരാളെ ഹേർട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവൾ ഇങ്ങനെ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കും. റിലേഷൻഷിപ്പിലേക്കും 150% നമ്മൾ പറയും അത് വേണ്ട കളിയാ, നീ പറയാനുള്ള പറഞ്ഞ് ലൈക്ക് യു ജസ്റ്റ് ഇല്ല, അത് ഹേർട്ട് ആവും.